അയ്യോ ഞങ്ങളുടെ എല്ലാം മെല്ലമായ ജോസ്മിയോട് ഓണത്തെ കുറിച്ച് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും ആദ്യമേ തന്നെ ഒരു ഓണത്തിന് മുന്നോടിയായിട്ട് തന്നെ ഒരു ഓണം നേർന്നുകൊള്ളുന്നു. 26-ാം തീയതിയാണ് നമ്മുടെ തിരുവോണം. ഞങ്ങൾ 3 ദിവസം മുമ്പേ ഞങ്ങളുടെ വാർഡിൽ നിന്ന് എല്ലാവരും കൂടി ആഘോഷിച്ചേക്കാമെന്ന് വെച്ചു. ഈ പ്രാവശ്യം എല്ലാ മലയാളി അസോസിയേഷനും ഓണം ആഘോഷിക്കുന്നത് ലേറ്റായിട്ടാണ്. ഞങ്ങൾ ഈ പ്രാവശ്യം 3-4 ദിവസം മുമ്പേ തിരുവോണത്തിന് മുമ്പേ അങ്ങ് ആഘോഷിച്ചേക്കാമെന്ന് വെച്ചു. എല്ലാവരും വന്ന് 1 by 1 ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പം എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് കൂടുതൽ ഇന്നത്തെ പ്രോഗ്രാമുകളും കാര്യങ്ങളും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വീഡിയോ കാണാവുന്നതാണ്. വഴിജോടി മാത്രം ഒഴുകി പോവാണോ? ഞാൻ വീഡിയോ എടുക്കുന്നേ. ഷെഫി, ഓണത്തെക്കുറിച്ച് 2 വാക്ക്. ഒത്തിരി ഓർമ്മകളുള്ളവരാണ്. പിന്നെ ഓണത്തിന് സമ്മാനം കിട്ടാതെ കിട്ടിയോടെ അലിൻ ജോസ് പെരേര അല്ല ഓണത്തെക്കുറിച്ചുള്ള നല്ല ഓർമ്മകൾ. ഡൽഹിയിലെ ഹാപ്പി ഓണം. ഡൽഹിയിലെ ഓർമ്മകൾ പറയൂ. ഓണമൊന്നുമില്ല, ജസ്റ്റ് ഫുഡ് ഉണ്ടാക്കുന്നു, കഴിക്കുന്നു. ഹലോ ജോയ്സി, സുഖമാണോ ജോയ്സി? കൊച്ചൊക്കെ സുഖമായിട്ടിരിക്കുന്നു. ഓണത്തെക്കുറിച്ച് എന്തെങ്കിലും നല്ല ഓർമ്മകൾ പങ്കുവെക്കാനുണ്ടോ ജോയ്സി? അതെ അതെ. ഹലോ രാജിമോൾ, ഞങ്ങളുടെ എല്ലാമായ രാജിമോൾ പറയൂ രാജിമോൾ. ഫുഡാണ് നല്ല ചോറ്, എല്ലാം കൂട്ടം. റിജി, ഞങ്ങളുടെ സ്വന്തം മമ്മി പറയൂ മമ്മി. അങ്ങനെ പറയാതെ ഓണത്തെക്കുറിച്ച് നല്ല ഓർമ്മകൾ പങ്കുവെക്കൂ. നല്ല ഓർമ്മകൾ മാത്രം. ഹലോ രേഷ്മ, പനിയൊക്കെ കുറഞ്ഞോ? ഓക്കെ ആണോ ഇപ്പോൾ? ഒന്ന് നല്ല ഓണത്തെക്കുറിച്ച് നല്ല ഓർമ്മകൾ പങ്കുവെക്കും. കറി ഒന്നും എല്ലാം അതുപോലെ ഇരിക്കുന്നു. നല്ല പരിപാടി. ഹലോ തത്തൈ തകതൈ താളം, ആദ്യത്തെ തകതൈ താളം പറയൂ മോളു. ഓണത്തെക്കുറിച്ച് എന്തേലും പറയാനുണ്ടോ? ഒന്നുമില്ല. കഴിച്ചോ കേട്ടോ, ഫുഡൊക്കെ നല്ലത് കഴിക്കും കേട്ടോ. ആ
അയ്യോ ഞങ്ങളുടെ എല്ലാം മെല്ലമായ ജോസ്മിയോട് ഓണത്തെക്കുറിച്ച് കഴിഞ്ഞു വന്നവിടുന്നേ. എടി ജോസ്മി, നിനക്ക് ഓണത്തെക്കുറിച്ച് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഓണത്തെ പറ്റി അവർക്ക് ഫസ്റ്റ് എൻ്റെ ഓർമ്മ വരുന്നത് ഓണക്കോടി, ഓണസദ്യ, പിന്നെ എല്ലാവരും ഓണഭക്ഷണമുള്ള ഒത്തൊരുമയോട് വീട്ടിൽ ഭക്ഷണം കഴിക്കും. ഇന്ന് വയറ് നിറഞ്ഞോ? അപ്പം അതിമനോഹരമായ ഫുഡ് എല്ലാവരും കഴിച്ചു. കഴിച്ചതിൻ്റെ ക്ഷീണത്തിൽ എല്ലാവരും ഇരിക്കുകയാണ്. ഇനിയിപ്പം 6 മണിയാകുമ്പോഴത്തേനാണ് ഹാള് ഫ്രീ ആക്കി കൊടുക്കേണ്ടത്. അപ്പോൾ അതിനു മുമ്പ് ചെറിയ രീതിയിലുള്ള ഞങ്ങളുടേതായ പല കലാപരിപാടികളൊക്കെ അവതരിപ്പിക്കാനുള്ള പ്ലാനാണ്. എല്ലാവരും ഫുഡ് കഴിച്ച് ഹെവി മീലായതിൻ്റെ ക്ഷീണത്തിലാണ്. വിശേഷമായ ആഹാര പദാർത്ഥങ്ങൾ കൊണ്ട് വളരെ വിപുലമായ രീതിയിൽ മുന്നോട്ട് പോട്ടെ. കുറച്ച് ലെഫ്റ്റ് പിടിച്ചോ. അതിൽ പൊട്ടുണ്ടോ? അഞ്ചേകാലായി. 6 മണിക്ക് ഞങ്ങൾക്ക് ഹാള് എം ടി ആക്കി കൊടുക്കണം. അതിനു മുമ്പ് മിച്ചമുള്ള ഫുഡെല്ലാം ഞങ്ങൾ പാക്ക് ചെയ്ത്
ഈ ഹാളെല്ലാം ക്ലീനാക്കി ഇന്നുകൊണ്ട് ഞങ്ങളുടെ ഓണാഘോഷം ഇവിടെ തീർന്നു. ഇത്രയേ ഉള്ളൂ. ഇനി നേരെ വീട്ടിൽ പോവാം, മിച്ചമുള്ള ഫുഡെല്ലാം കഴിക്കാം. ബൈ ബൈ. പുതിയ വീഡിയോ ആയിട്ട് ഇനിയും കാണാം. ഹാപ്പി ഓണം.